ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അർച്ചന അമീഗോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം ഇന്നലെ ഞാൻ പല്ല് ടൈറ്റ് ആക്കാൻ പോയിരുന്നു. ബ്രേസസ് ഇട്ടെൻ്റെ നല്ല വേദന ഉണ്ട്. ഞാനിങ്ങനെ വെറുതെ നടക്കുമായിരുന്നു കൂടിയൊക്കെ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാലോ വിചാരിച്ചപ്പോൾ നിന്നപ്പോൾ ഈ സൈഡിലത്തെ സാധനം കണ്ടു. അപ്പം അതിൽ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ മടക്കി വയ്ക്കാൻ വിചാരിച്ചു. അത് ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ, ഫുള്ള് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നേരെ മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മടക്കാം. അങ്ങനെ ഞാൻ ഓരോരോ ഡ്രസ്സും പുറത്തേക്ക് ഇടാൻ തുടങ്ങി. ഇതിൽ ഈ ഒരു സൈഡ് വരുന്നത് എൻ്റെ ഡ്രസ്സസാണ്. അപ്പുറത്തെ സൈഡിൽ സാരീസും പിന്നെ ഷർട്ട്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മേലെ വെച്ചിട്ടുള്ളത് പാർട്ടി വെയേഴ്സൊക്കെയാണ്. പിന്നെ നടുക്കുള്ളത് നമ്മുടെ ഡെയിലി വെയേഴ്സാണ്. താഴേട്ട് വരുന്തോറും ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സസ് ഓരോന്നായി മടക്കി വയ്ക്കാൻ തുടങ്ങി. ആദ്യം മടക്കി വെച്ചത് ഒരു സ്കേർട്ടാണ്. ആ സ്കേർട്ടിന് ദുപ്പട്ടയും അതിൻ്റെ അതേപോലെ തന്നെയുള്ളൊരു ബ്ലൗസും ഉണ്ട്. പിന്നെ കുറേ ദുപ്പട്ടാസും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ ഗൗണുകൾ, പിന്നെ ടോപ്സ്, പിന്നെ അനാർക്കലി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ആക്ച്വലി ഇതിൽ കുറേ എണ്ണമൊക്കെ ഞാൻ മോഡൽ പിൻട്രസ്റ്റ് എന്നൊക്കെ മോഡൽ എടുത്തിട്ട് അവിടെ ഒരു അടിക്കുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചീൻ്റെ അടുത്ത് മോഡൽ കൊണ്ടുകൊടുത്ത് ക്ലോത്തും കൊണ്ടു കൊടുക്കും, എന്നിട്ട് അടുപ്പിക്കാറാണ്. പിന്നെ കുറേ എണ്ണമൊക്കെ റെഡിമെയ്ഡായിട്ട് കടയിൽ ചെന്ന് വാങ്ങിയതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓൺലൈൻ പ്രൊഡക്ട്സ് ഉണ്ട് കുറേ. ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എടുത്ത 2-3 ഡ്രസ്സസൊക്കെ ഉണ്ടായില്ല. കുറേ അധികം ദുപ്പട്ടാസ് ആണുള്ളത്. കാരണം ഡ്രസ്സുകൾ കുറേ കേട് വന്ന് പോയാലും അതിൻ്റെയൊക്കെ ദുപ്പട്ട ബാക്കിയുണ്ടാവും. അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ കുറേ ബ്ലൗസുകൾ ഉണ്ടായിരുന്നു, സാരീസിൻ്റെയും സെറ്റ് മുണ്ടിൻ്റെയും അങ്ങനത്തെ കുറേ എണ്ണം. പിന്നെ ആമീൻ്റെ പാവാട, ഉടുപ്പ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ അനാർക്കലി കേട്ടോ. ഇത് ഞാൻ പിൻട്രസ്റ്റ് മോഡൽ ആ ഒരു അടിക്കുന്ന ചേച്ചിക്ക് കാണിച്ചു കൊടുത്തിട്ട് ആ ചേച്ചി ആ സെയിം മോഡൽ എനിക്ക് അടിച്ചു തരുക ചെയ്തത്. ഇതും എന്താ പറയുക, എക്സ്പെക്ട് ചെയ്യാതെയാണ് എനിക്ക് അതേപോലെ തന്നെ അടിച്ചു തന്നത്. ഞാൻ ആദ്യമായിട്ട് കൊടുക്കുകയായിരുന്നു ആ ഡ്രസ്സ്. അപ്പം എനിക്കറിയില്ല ചേച്ചി അങ്ങനെ അടിക്കുകയോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അടിക്കാൻ കൊടുത്തപ്പോൾ ചേച്ചി അടിപൊളിയായിട്ട് അടിച്ചു തരുകയും ചെയ്തു. എൻ്റെ എന്താ പറയുക, നമ്മളെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഇല്ലേ, അതൊരു 100% മാച്ച് ആയിട്ട് വരികയും ചെയ്തു. അതിൽ ഡ്രസ്സൊക്കെ ഞാൻ ഓൾറെഡി പുറത്തിട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിലുള്ള കുറേ ഡെയിലി വെയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ബോട്ടംസും പിന്നെ ഇന്നേഴ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടതിൽ വരുന്നത്. പിന്നെ കുറേ ടീഷർട്ട്സും ജീൻസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ടീഷർട്ട്സൊക്കെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. കാരണം ഇത് ഭയങ്കര കംഫർട്ടാണ് ഇടാനും. അതുപോലെ തന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്തിടാനും പറ്റും. മറ്റേ ചുരിദാറും അതേപോലെ തന്നെ ടോപ്പുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബോട്ടംസ് തിരയണം, അല്ലെങ്കിൽ അതും അയൺ ചെയ്യണം, അങ്ങനെ കുറേ പാട് വരും. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഇട്ട് പോകാനും അതേപോലെ തന്നെ അലക്കാനും എല്ലാം സുഖമാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് റോയും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് തേർഡും ഫോർത്തിലേക്കും പോകാം. അതിലാണെങ്കിൽ അധികവും ബെഡ്ഷീറ്റ്സ് ഒക്കെ ഓൾറെഡി വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. പിന്നെ താഴത്തെ റോയിലാണെങ്കിൽ കുറച്ച് സ്കേർട്ടും പിന്നെ അല്ലറ ചില്ലറ നമ്മൾ യൂസ് ചെയ്യാത്ത കുറച്ച് തുണികളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ, കുറേ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും കുറേ സാധനങ്ങൾ ഉണ്ടാവും വേണ്ടാത്ത. അതൊക്കെ കളയാനും കഴിയില്ല, എന്നാലാണെങ്കിലോ അതൊക്കെ ഉപയോഗിക്കില്ല. പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അതെടുത്ത് കളയുകയും ചെയ്യും. അതന്നെ ഇവിടത്തെയും പരിപാടി. അങ്ങനെ എടുത്ത് വെച്ച് പിന്നീട് എന്തെങ്കിലും ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ ഓരോരോ മാസവും മറ്റേ ഹരിത കർമ്മസേനയ്ക്ക് എടുത്ത് കൊടുക്കാറാണ് പതിവ്. സോ അങ്ങനെ ഓരോരോ ഡ്രസ്സുകളും ഞാൻ മടക്കി വെച്ച് എല്ലാം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഒരു സൈഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണിച്ചു കേട്ടോ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. എനിക്കൊരു പണി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് കഴിയുമ്പം ആ പണി മടുക്കും. അപ്പം ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്യും. എന്താ മീൻസ് പണി പകുതിക്ക് വെച്ച് നിർത്തി പോയില്ല. കാരണം പിന്നെ വേറെ ആരും ഇല്ലാതെ ചെയ്യാൻ. അപ്പോൾ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ കുറച്ച് നേരം ആ പണി ഇട്ടിട്ട് പിന്നെ വേറെയുള്ള പണിക്ക് പോകും. അതായത് കുഞ്ഞു കുഞ്ഞു പണികളാണ് ഞാൻ നോക്കി ചെയ്യാം. ഞാൻ തിരുമ്പി ഇട്ടിരിക്കുന്നു. സോ ഡോറടയ്ക്കാൻ മറന്നുപോയി. ഞങ്ങൾ ഇന്നാൾ ഇതേപോലെ ഡോറടയ്ക്കാൻ മറന്നിട്ട് ഒരു പൂച്ചക്കുട്ടി വീട്ടിൻ്റെ അകത്ത് കയറിയിരുന്നു. സോ നമുക്ക് ഡോറടയ്ക്കാം. വെയിലൊക്കെ കാണുന്നുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ പെയ്യാണ്. നല്ല ഹെവി ആയിട്ട് അങ്ങനത്തെ മഴയല്ല, പക്ഷെ ഒരു ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ സെയിം കൺസിസ്റ്റൻസിയിൽ തന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും കുറയുന്നില്ല കൂടുന്നില്ല, അങ്ങനെ തന്നെ ആയിരുന്നു നിന്നിരുന്നത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് പുറത്തിറങ്ങാനും കഴിയില്ല. ഒരേപോലെ തന്നെ മഴ കുറച്ച് കുറഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് പുറത്തിറങ്ങുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യാം.
ഫുൾ ടൈം വീട്ടിലിരിക്കുക അത് രസമായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്താൽ വേഗം കറണ്ട് പോകും. കറണ്ട് പോയതുകൊണ്ട് എന്താ പറയാ, ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓൾറെഡി ഇവിടെ മോട്ടറിനാണോ ടാങ്കിന്റെ പൈപ്പ് കണക്ഷനിലാണോ എന്തിനാ പ്രശ്നം എന്നറിയില്ല. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും വെള്ളം കഴിയും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഇന്നലെ രാവിലെ ഞാനൊക്കെ എണീറ്റപ്പോഴേക്കും തന്നെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. സോ വെള്ളമില്ലാതെയാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞത്. വെള്ളം കോരാനുള്ളതേ ഉള്ളൂ. അപ്പം വെള്ളം കോരിയിട്ടാണ് ഫുള്ള് ഡ്രസ്സ് അലക്കാനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം ഞങ്ങൾ കോരുകയും ചെയ്തു. പിന്നെ ഒരു ഉച്ച 2-3 മണിയൊക്കെ ആയപ്പോഴാണ് കറണ്ട് വന്നത്. അതിനുശേഷം പിന്നെ നല്ല സുഖമായിരുന്നു കേട്ടോ. ഇവിടെ വന്നിരുന്നത് എന്താ അറിയുമോ, മെയിനായിട്ടുള്ള പ്രശ്നം വണ്ടികളുടെ നല്ല സൗണ്ട് ആയിരിക്കും. അപ്പം നമുക്ക് വോയിസ് ക്ലാരിറ്റി ഒന്നും കിട്ടില്ല. അതർവൈസ് നല്ല സ്ഥലമാണ്. ഞാനങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കാറുണ്ടെങ്കിലും ഒരു 3 മണി വൈകുന്നേരമൊക്കെ ആയതിനു ശേഷമാണ് വന്നിരിക്കൽ. പിന്നെ രാത്രി ഫോൺ കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കാറ്. ഞായറാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വീട്ടിലിങ്ങനെ ഇരിക്കണം. നല്ല ശാന്തമായ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് കണ്ടാ. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ ചോറുണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട്. അശ്വതീച്ചി ഇവിടെ പഠിക്കാണ്. അപ്പം അവരൊക്കെ ഏട്ടനോടെ ഇല്ല, അച്ഛൻ പുറത്തുപോയി. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നല്ല ഫുഡ് കഴിക്കാറ്. പിന്നെ ഉള്ള സമയത്തൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് കഴിക്കും. അപ്പം ഇപ്പം ഇവിടെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പം അമ്മയെ കുളിച്ച് വന്നിട്ട് ചോറിനാന്ന് വിചാരിച്ചു. സാധാരണ ഒറ്റയ്ക്ക് തിന്നലാണ്. പിന്നെ ആരെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ആരെയൊക്കെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഇപ്പം അൺഎംപ്ലോയ്മെന്റിന്റെ ദിവസങ്ങളിലൂടെ ഞാൻ കടന്നു പോകുകയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വീട്ടിലിരിക്കലാണ് പണി. ആക്ച്വലി ഞാൻ ഈ യൂട്യൂബ് ചാനൽ കുറച്ചുകൂടി നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു തോന്നുന്നു. കാരണം ഇപ്പം വീട്ടിലിരിക്കുന്നതായത് എനിക്ക് അങ്ങനെ വലിയ കണ്ടന്റുകൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഹോസ്റ്റലിലായിരുന്നെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല. അപ്പം അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നല്ല അടിപൊളി വീഡിയോസും കോമഡി വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു. നല്ല വേദന ഉണ്ട് പല്ല്. ഇവിടെ ഞാൻ ബ്രേസസ് ഇട്ട് ഇവിടെ തിരുവാലിയിൽ നിന്നാണ് കേട്ടോ. അവിടെ 13 സംതിങ് ഒക്കെ ആയി. ഇപ്പം മാസത്തിലൊരു ശനിയാഴ്ച അവർ മെസ്സേജ് അയക്കും. അപ്പോൾ അന്ന് പോയാൽ ഡോക്ടർ ഉണ്ടാവും. ആള് ടൈറ്റൻ ചെയ്ത് തരും. ഇപ്പം 1 ഇയർ ആവാനായി. സെപ്റ്റംബറിലേക്ക് 1 ഇയർ ആവും ഞാൻ ബ്രേസസ് ഇട്ടിട്ട്. നല്ല മാറ്റം ഉണ്ട് കേട്ടോ. എൻ്റെ പല്ലിങ്ങനെ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, നല്ലോണം പൊങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി കുറേയൊക്കെ. വേരി ചോറ് തിന്നാ എനിക്കൊന്നും വയ്യ. കുറച്ച് ചോറ്. കുറച്ച് കൂടാ. ശേഷം ഇത് തന്നെ ചെയ്യുന്നു. ഇതിൽ വലിയ ചോറാണ്. ആ ചോറെടുക്കാൻ മറന്നു. അയ്യോ, എനിക്ക് കഴിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മറന്നുപോയി. പിന്നെ കഴിക്കാമോ? എങ്കിലൊരു രണ്ടാമത്തെ സാധനം കൂടെ ആവുന്നു. പിന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. നല്ല രസമായിരുന്നു. ചെറിയൊരു മഴയും നല്ലൊരു തണുത്ത കാറ്റ്. പിന്നെ അകത്ത് ടി വിയിൽ സിനിമയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 3 മണിയൊക്കെ ആവാനായി ടൈം. 3 മണി കഴിഞ്ഞു. അപ്പോൾ നന്നായി വിശക്കാനും തുടങ്ങി. ഞാൻ വെച്ചാൽ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അടുക്കളയ്ക്ക് പോയി. ചായ കളിച്ചു. തുറന്നേ. എന്താ വയറ് കഴിക്കണേ. കൈ കഴിക്കുന്നതായിട്ട് അത്
ഇത് അയ്യോ പ്ലേറ്റ് വലുതായി പോയി അമ്മ, ചോറും പ്ലേറ്റ് ആയി പോയി. പ്ലേറ്റ് മാറ്റാലേ? പ്ലേറ്റ് ഇത്തിരി വലുതായി പോയി. പിന്നെ പോയി guys. അങ്ങനെ ഞാൻ പ്ലേറ്റൊക്കെ മാറ്റി അവിൽ നനച്ചത് പ്ലേറ്റിലേക്ക് എടുത്തു. ഇങ്ങനെ തേങ്ങ ശർക്കരയും പഴമൊക്കെ ഇട്ട് അവിൽ കുഴയ്ക്കുന്നതിന് ഞങ്ങൾ അവിൽ നനയ്ക്കുക എന്താ പറയാറ്. നിങ്ങളൊക്കെ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.